വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൺ ഹെറിറ്റേജ്. ഞങ്ങൾ രണ്ടാളും ഏതെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രവർത്തകരോ പ്രതിനിധികളോ അല്ല. ഞങ്ങൾ രണ്ടാളും രാഷ്ട്രീയ പ്രവർത്തകരാണ്. തെരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ സമരവുമാണ്. അപ്പോൾ ഇങ്ങനെ മത്സര രംഗത്തേക്ക് നിൽക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് നിൽക്കുകയും ചെയ്യുന്നവർ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ ബാധ്യസ്ഥരായിത്തീരും. നമ്മൾ നിലവിലുള്ള കുറേ ചട്ടങ്ങളുമെല്ലാം ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. അത് ജനപ്രതിനിധികൾ പാലിക്കേണ്ട രീതികളുണ്ട്, ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട രീതികളുണ്ട്. അത്തരം ലക്ഷ്മണരേഖകളൊന്നും ലംഘിച്ചങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രയാസങ്ങളിലേക്ക് എത്തും. മന്ത്രി പി പ്രസാദ് ഒപ്പമുണ്ട്. എത്രത്തോളം ഉണ്ട് വിജയ പ്രതീക്ഷ? നല്ല പ്രതീക്ഷയിലാണ്. വിജയിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു മണ്ഡലം കൂടിയിട്ടാണ് ചേർത്തല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുമുള്ളത്, മുന്നണിയിലെ ഞങ്ങളുടെ പ്രവർത്തകർക്കും ഉള്ളത്. ഈ എക്സിറ്റ് പോളൊക്കെ ഏതെങ്കിലും രീതിയിൽ മുന്നണിയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആശങ്കയില്ല. കാരണം എക്സിറ്റ് പോൾ അവർക്കെല്ലാം ഓരോരോ രീതിയിലായിരിക്കുമല്ലോ അവരെല്ലാം കണക്ക് കൂട്ടുന്നതെല്ലാം. മുഴുവൻ ആൾക്കാരെയും കണ്ടല്ലല്ലോ നോക്കുന്നതും. അപ്പോൾ അതിൻ്റേതായ പരിമിതികൾ എക്സിറ്റ് പോളിനുണ്ടാവാം. എക്സിറ്റ് പോൾ അതേപോലെ തന്നെ വന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, വ്യത്യാസങ്ങൾ വന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങൾക്ക് താഴേന്ന് വോട്ടിന് ശേഷവും അവർ പലതവണ ഈ വീടുകളിൽ കയറിയപ്പോഴുള്ള അനുഭവത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. എന്നാലും എല്ലാ മനുഷ്യരുടെയും മനസ്സ് വായിച്ചെടുക്കാൻ ഞങ്ങളുടെ പ്രവർത്തകർക്കും കഴിയില്ല. ഏറെക്കുറെ ഒരു ധാരണ, ഒരു ഊഹം അങ്ങനെയൊക്കെയാണ് വരുന്നതെല്ലാം. അതൊക്കെ പലപ്പോഴും ശരിയാവുക എന്നുള്ളതാണ്, ശരിയാവാറുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. അപ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഈ കണക്കിലേക്കല്ല എത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും എത്താൻ കഴിയുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അത്രയും MLA-മാരുടെ എണ്ണം ഉണ്ടാവുകയില്ല, പക്ഷെ എന്നാൽ ഭരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ജി സുധാകരൻ മാർക്സിസം പഠിപ്പിക്കാൻ വരണ്ട, ഇവിടെ ഒന്ന് പ്രസംഗിക്കും, തോൽപ്പിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നല്ലോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടാളും ഏതെങ്കിലും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രവർത്തകരോ പ്രതിനിധികളോ അല്ല. ഞങ്ങൾ രണ്ടാളും രാഷ്ട്രീയ പ്രവർത്തകരാണ്. തെരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ സമരവുമാണ്. അപ്പോൾ ഇങ്ങനെ മത്സര രംഗത്തേക്ക് നിൽക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് നിൽക്കുകയും ചെയ്യുന്നവർ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ ബാധ്യസ്ഥരായിത്തീരും. ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ വിമർശിക്കും, മന്ത്രിമാരെക്കുറിച്ച് പറയും, കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയും. ഞങ്ങൾ എത്ര പേരാ വിമർശിക്കുക? UDF-ൻ്റെയും BJP-യുടെയും അല്ലെ NDA-യുടെയും പ്രചരണങ്ങളിൽ മുഴുവൻ ഞങ്ങളായിരിക്കില്ലേ ഏറ്റവും പ്രതിപട്ടികയിൽ നിൽക്കുന്നവർ? ഞങ്ങൾ തിരിച്ചും അതേപോലെയല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ പോകുന്നതല്ല, അവിടെ ഒരു രാഷ്ട്രീയ കാര്യമായിരുന്നില്ല. എങ്കിലും അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ അകത്തുനിന്ന് ഒഴിഞ്ഞു മാറുക അല്ല, ഞാനൊരു രാഷ്ട്രീയ ചോദ്യമാണ് ചോദിച്ചതെല്ലാം. ശ്രീ ജി സുധാകരൻ ഇത്തരത്തിൽ മാറുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നിടത്ത് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയില്ല എന്ന് പറഞ്ഞു പോകുന്നത് എൻ്റെ രാഷ്ട്രീയത്തിന് ശരിയല്ല. എനിക്കതിനകത്ത് അഭിപ്രായം ഉണ്ടാണ്, എൻ്റെ പാർട്ടിക്ക് അഭിപ്രായമുണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്, ഒരു മുന്നണിക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്ന ഒരാൾ പൊടുന്നനവേ തന്നെ അങ്ങനെ മാറിപ്പോയത് ശരിയായില്ല എന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അത് ആ തരത്തിലൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവാം. അത് എൻ്റെ കുഴപ്പമല്ല. അത് അദ്ദേഹമാണെങ്കിലും പറയേണ്ടതല്ലേ. പി പ്രസാദിൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്തെക്കുറിച്ച് എന്ന് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം UDF-ൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുകൂലിക്കാൻ പറ്റില്ല. ഇവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തന്നെയും അദ്ദേഹം അതിനകത്ത് ബേജാറാവുകയോ അല്ല അദ്ദേഹം അതിനകത്തൊരു ഞാൻ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അസ്വസ്ഥതയിലെത്തുകയോ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെയും ഞങ്ങളടക്കമുള്ളവരെ പഠിപ്പിച്ചതൊക്കെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ ഏത് സാഹചര്യത്തിലും പറയണം എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ നമുക്ക് പ്രയോഗിക്കാനുള്ളതും പറയാനുള്ളതും പ്രകടിപ്പിക്കാനുള്ളതുമാണ്. അത് മറച്ചു വെക്കാനുള്ള ഒന്നല്ല. ഞാൻ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹം എന്നിൽ കാണുന്ന ഞാൻ പക്ഷേ അതിനെ ആ ഒരു രാഷ്ട്രീയ ഇതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം അത് അങ്ങനെ അദ്ദേഹം പറയാൻ പറ്റുള്ളൂ. അല്ല, പി പ്രസാദ് പറഞ്ഞതിനെ അദ്ദേഹത്തിന് എതിർത്തേ മതിയാവുള്ളൂ. കാരണം ഞങ്ങൾ രണ്ടാളും 2 മുന്നണിക്കകത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ഘടകമാണ്. അദ്ദേഹം അങ്ങനെ ഒരു മുന്നണി മാറ്റം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റം വേണ്ടിയിരുന്നില്ല എന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം അങ്ങനെ പാറാൻ പാടില്ലായിരുന്നു. ആ പാർട്ടിക്കകത്ത് തന്നെയും അദ്ദേഹത്തിന് നിലപാട് ഉയർത്തിപ്പിടിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ടും രഹസ്യമായിട്ടൊക്കെ നമ്മൾ ചോദിച്ചു പോകില്ലേ. ആ വെല്ലുവിളിയൊന്നും പക്ഷേ ഇവിടെ ബാധിക്കില്ലെന്നാണ് ആത്മവിശ്വാസം. തീർച്ചയായിട്ടും അതൊന്നും അങ്ങനെ ബാധിക്കാനുള്ളൊരു സാധ്യതയില്ല. അങ്ങനെയൊന്നുമല്ല ചേർത്തലയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും എല്ലാം ഉള്ളത്. ഞാൻ അദ്ദേഹത്തെ വേറെ സുധാകരൻ കരുതുന്ന പോലല്ല. അദ്ദേഹത്തിന് അറിയാം നല്ലവണ്ണം. എന്നേക്കാൾ നന്നായി ചേർത്തലയെ കണ്ടു വളർന്ന ആൾ അദ്ദേഹമല്ലേ. ഈ ആലപ്പുഴ ജില്ലയുടെ മുക്കുകളും മൂലകളുമെല്ലാം പി പ്രസാദിനേക്കാൾ വളരെ നന്നായി ഹൃദയസ്ഥമാക്കിയിട്ടുള്ളയാൾ
സഖാവ് ജി സുധാകരനാണ്. ഒരു തർക്കവും വേണ്ട. അത്ര വലിയ പാരമ്പര്യമാണ് അദ്ദേഹത്തിന് ആ കാര്യത്തിനകത്തെല്ലാം ഉള്ളത്. ഞാൻ അദ്ദേഹം അങ്ങോട്ടേക്ക് മാറി എന്നുള്ളതിൻ്റെ പേരിൽ ഒറ്റയടിക്ക് അദ്ദേഹം ഒരു പാരമ്പര്യവും ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ അതിനെ നിഷേധിക്കാൻ ഒരുമ്പെടുന്നതേയില്ല. ഞാൻ ചെയ്യുന്നത് മാന്യതയുമല്ല, അത് ശരിയുമല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ചേർത്തല എങ്ങനെയുള്ള ഇടമാണെന്നുള്ള വിവരം എന്നേക്കാൾ നന്നായി അദ്ദേഹത്തിന്. എനിക്കാണെങ്കിൽ ആ ചേർത്തലയോട് ഇഴുകിച്ചേർന്ന് നിന്നുള്ളൊരു ബന്ധം 5 കൊല്ലത്തിൻ്റെതേ ഉള്ളൂ എന്ന് പറയാം. അദ്ദേഹത്തിന് എത്രയോ പതിറ്റാണ്ടുകളുടെ ബന്ധം ഈ മേഖലയിലെല്ലാം ഉണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം ഇതിവിടെ ഒരു രാഷ്ട്രീയ പ്രത്യേകത എന്തെല്ലാമാണെന്നറിയാം. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് ഉത്തമമായ ബോധ്യമുള്ളൊരു കാര്യവുമാണ്. അതുകൊണ്ട് ഇവിടെ അത്തരം കാര്യങ്ങളായിരിക്കും ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറിച്ച് ഒന്ന് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരിടം ആവുകയില്ല എന്നാണ് ഞങ്ങളെല്ലാം ഇപ്പോഴും കണക്ക് കൂട്ടുന്നത്. അതൊക്കെ തന്നെയും LDFൻ്റെ ഒരു വിജയത്തിൻ്റെ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബി അശോക് അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നല്ലോ ഈ വിവാദങ്ങളിലേക്ക് തുടക്കം. അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? പലതിനെക്കുറിച്ചും എനിക്ക് ഒന്നുകൂടി ആവേണ്ടി വരും. കാരണം ഇതിലേതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രശ്നങ്ങൾ അല്ല മറ്റു പ്രശ്നങ്ങൾ? കൂടെ ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ അത്തരമൊരു വിവാദം ഉണ്ടായതൊക്കെ അലോസരം ഉണ്ടാക്കിയിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള അവസരത്തിൽ വകുപ്പും അദ്ദേഹവുമായിട്ട് അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മറ്റ് പ്രശ്നങ്ങളെല്ലാം മറ്റിടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും ചേർത്ത് അങ്ങനെ പോവുക എന്ന് നോക്കി ഉദ്യോഗസ്ഥർക്ക് അവരവരുടേതായ രീതികളെല്ലാം ഉണ്ടാവും. ആ രീതികൾക്കകത്തും നമ്മൾ നിലവിലുള്ള കുറേ ചട്ടങ്ങളുമെല്ലാം ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. അത് ജനപ്രതിനിധികൾ പാലിക്കേണ്ട ചില രീതികളുണ്ട്, ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട രീതികളുണ്ട്. അത്തരം ലക്ഷ്മണരേഖകളൊന്നും ലംഘിച്ചങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രയാസങ്ങളിലേക്ക് എത്തും. ഇതൊന്നും ജനം അധികം ആഗ്രഹിക്കുന്നില്ല. നമുക്കൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന ഒരിടങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കാനും അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യാനും ഇടപെടുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം. വരുന്ന അടുത്ത നാളുകളിലൊക്കെ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അക്കാര്യത്തിലൊക്കെ പിന്നീട് പ്രതികരിക്കാവുന്നതാണ് എനിക്കും തോന്നുന്നത്. ഈ ബി അശോകിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അതിര് കവിയുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടല്ലേ? അതെ, ഏതൊരാൾക്കും അതാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. പിന്നെയും പലയിടങ്ങളും അദ്ദേഹം ഇൻ്റർവ്യൂ, അപ്പോൾ പൂർണ്ണമായിട്ടത് കാണാതെ ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായങ്ങൾ ഏതെല്ലാം ഭാഗം എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്തരം ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നതിനെക്കുറിച്ച് ഒരു ശരിയായ കാര്യമല്ല. പിന്നെ എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. ഞാൻ അത്രയും ആ കാര്യത്തിനകത്ത് ധാരണയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ UDF ഒക്കെ കരുതുന്നത് പോലെ അല്ലേ, അവരുടെ വിശ്വാസം പോലെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും അത് ചേർത്തലയെ ബാധിക്കില്ല. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊന്നും ബോധ്യപ്പെടുന്നില്ല. ചിലപ്പോൾ ഞങ്ങളുടെ ഇതാണെന്ന് അറിയില്ല. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ചിലതെല്ലാം ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ അന്ന് പെൻഷൻ തന്നെ ഒരു വലിയ ഘടകമായിട്ട് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ഓരോ ഇടങ്ങളിൽ നിന്ന് അത് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായ എന്നവണ്ണം നൽകാൻ കഴിയാതെ പോയതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പലയിടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടില്ല. ഇങ്ങനെ പറയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ദിവസങ്ങളിലും ഒരിടങ്ങളിൽ നിന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല. ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഞങ്ങൾ പറയില്ലേ, ഞങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റികൾ, അതിൻ്റെ ഇടപെടലുകൾ, അത്തരം ചർച്ചകൾ, ആലോചനകൾ, അവരുടെ പരിശോധനകൾ, ആ പരിശോധനകളിലൊന്നും ഈ കാര്യങ്ങൾ ഇതേവരെയും വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് UDF പറയുന്നത് പോലെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രകടമാവുന്നില്ല. ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുമ്പോഴല്ലേ ഞങ്ങളത് വിശ്വസിച്ച അഭിപ്രായ പ്രകടനത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു ഭരണവിരുദ്ധ വികാര തരംഗം ഞങ്ങൾക്ക് കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം മതിയല്ലോ. ഏതായിരുന്നു ശരി, ഏതൊക്കെ ആയിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ഉള്ള നമ്മൾ പറയുന്ന ഇത്തരം വിശകലനങ്ങൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമുക്ക് അന്നേരം അത് വെച്ച് നമുക്ക് പരിശോധിക്കാം. ഏതായാലും എല്ലാ വിജയാശംസകളും നേരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് മന്ത്രി പി പ്രസാദ്. വീഡിയോ ജേർണലിസ്റ്റ് ജിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.